മുമ്പൊക്കെ ഈ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നെറ്റ് കിട്ടിയില്ലെങ്കിൽ വട്ടാവും. ആൻഡ് അഡിക്ഷൻ ടു ഡിസ്ട്രാക്ഷൻ ഈസ് ദ ഡെത്ത് ഓഫ് യുവർ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എക്സ്റ്റീരിയർ എംപയർ അച്ചീവ് ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി എ വേൾഡ് ക്ലാസ് ഓൺടർപ്രണർ, ഇഫ് യു വാണ്ട് ടു ബി എ വേൾഡ് ക്ലാസ് സെയിൽസ്മാൻ, ഇഫ് യു വാണ്ട് ടു ബി എ സൂപ്പർ സ്റ്റാർ ഇൻ സെയിൽസ്, you have to achieve personal mastery first. Greenlives Coaching and Training Solution. Focus is more valuable than your intelligence. Focus is more valuable than your intelligence. Business lanengilum sales lanengilum we must be focused. If you are not focused, even you cannot use your brilliance. Brilliant ആയിട്ടും കാര്യമില്ല, നമ്മൾ ഫോക്കസ്ഡ് അല്ലെങ്കിൽ ബ്രില്യൻസ് വേസ്റ്റ് ആവും. സോ ഫോക്കസ് ഈസ് മോർ വാല്യബിൾ ദാൻ യുവർ ഇൻ്റലിജൻസ്. ബുദ്ധിയെക്കാട്ടിലും മൂല്യമുള്ളതാണ് ഫോക്കസ് ആവുക എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും വലിയ അഡിക്ഷൻ എന്താ അറിയോ? വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡിക്ഷൻ ടുഡേ? മൊബൈൽ. കഞ്ചാവല്ല അല്ലേ, മൊബൈലാണ്. കഞ്ചാവിനെക്കാട്ടിലും വലിയ അഡിക്ഷനാണെന്ത്? മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ അല്ലേ? അപ്പോൾ ഫ്രീഡം ഫ്രം ഡിസ്ട്രാക്ഷൻ. ഒരു ഗ്ലോബൽ ബിസിനസ്സുകാരനാവണമെങ്കിൽ ടോക്ടണ് 1000ഓളം ഗ്ലോബൽ ബ്രാൻഡുകളെ ലോകത്തിന് സമർപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ടോക്ടൺ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു 1000ഓളം ഗ്ലോബൽ ബ്രാൻഡുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 1000ഓളം ഗ്ലോബൽ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവണം അല്ലേ? കാരണം ഓൺട്രപ്രണർ ഇല്ലെങ്കിൽ, സ്റ്റീവ് ജോബ്സ് ഇല്ലെങ്കിൽ ആപ്പിൾ ഇല്ല, സുക്കർബർഗ് ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇല്ല, യൂസുഫ് അലി സാഹിബ് ഇല്ലെങ്കിൽ ലുലു ഇല്ല. അപ്പോൾ എന്ത് വേണം? ഗ്ലോബൽ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവണം. ഗ്ലോബൽ ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 4 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. നമ്മളെ സെയിൽസ് ഔട്ട് ഓഫ് ദ സെയിൽസ് ടോപ്പിക്കാണ്, പക്ഷേ സെയിൽസ്മാൻ ആണെങ്കിൽ, ഗ്ലോബൽ സെയിൽസ്മാൻ ആണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റർ ആവണമെങ്കിൽ, ഗ്ലോബൽ ഓൺട്രപ്രണർ ആവണമെങ്കിൽ, ഗ്ലോബൽ ഒരു ടൈക്കൂൺ ആവണമെങ്കിൽ, ഒരു ലെജൻഡ് ആണെങ്കിൽ, ടൈറ്റാൻസ് ഓഫ് ദ ഇൻഡസ്ട്രി ആണെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി എൻ എലൈറ്റ് പെർഫോമർ ഓർ ദ ടൈറ്റാൻസ് ഓഫ് ദ ഇൻഡസ്ട്രി ഓർ എ ടൈക്കൂൺ ഓഫ് യുവർ ഇൻഡസ്ട്രി, യു ഹാവ് ടു ഫോക്കസ്. ഇഫ് യു വാണ്ട് ടു ബി എൻ ഹിസ്റ്ററി മേക്കർ, ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണെങ്കിൽ, യു ഹാവ് ടു ഫോക്കസ് ഓൺ 4 key areas. The first one is capitalization IQ. You have to capitalize your IQ. That's the first point. It's a big topic. ഞാൻ ആ ഹെഡിങ് മാത്രമേ പറയുന്നുള്ളൂ. Capitalization IQ. Second one, freedom from distraction. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഫ്രീഡം ഫ്രം ഡിസ്ട്രാക്ഷൻ ഇന്നത്തെ ഏറ്റവും വലിയ അഡിക്ഷൻ. ആൻഡ് അഡിക്ഷൻ ടു ഡിസ്ട്രാക്ഷൻ ഈസ് ദ ഡെത്ത് ഓഫ് യുവർ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ. ആൻഡ് അഡിക്ഷൻ ടു ഡിസ്ട്രാക്ഷൻ ഈസ് ദ ഡെത്ത് ഓഫ് യുവർ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് അഡിക്ഷൻ ടു ഡിസ്ട്രാക്ഷൻ ഈസ് ദ ഡെത്ത് ഓഫ് യുവർ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ. നിങ്ങളെ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ്റെ മരണമാണ് അഡിക്ഷൻ. എന്തിനുള്ള അഡിക്ഷൻ? ഡിസ്ട്രാക്ഷൻസിന് അഡിക്റ്റാണ്. ഇന്നത്തെ സമൂഹം എന്താണ്? തല താഴ്ത്തിയിട്ട് നടക്കുക. ഒരു ടൂറ് പോകുമ്പോൾ പോലും എന്താണ്? മുകളിലോട്ട് നോക്കില്ല, അടിയൊക്കെ നോക്കിയിട്ടാണ് നടക്കുക. വിച്ച് മീൻസ് ദേ ആർ ഓൺ ദ മൊബൈൽ ഫോൺ, ദേ ആർ ഓൺ സ്മാർട്ട് ഫോൺ, ദേ ആർ അഡിക്റ്റഡ് ടു സ്മാർട്ട് ഫോൺ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ ജനറേഷന് ഇന്നലെ എനിക്ക് പിന്നെ ഈ മുമ്പൊക്കെ ഈ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നെറ്റ് കിട്ടിയില്ലെങ്കിൽ വട്ടാവും, വൈഫൈ ഇല്ലെങ്കിൽ വട്ടാവും. ഇപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്ന സമയത്ത്, ഞാനിപ്പോൾ പെരുന്തൽമണ്ണ ഭയങ്കര റഷാണ്, അവിടെ AC ഉണ്ട്, വൈഫൈ ഉണ്ട്, ആർക്കും കംപ്ലൈൻറ്റ് ഇല്ല. ക്യൂവിൽ നമ്മൾ കയറി പോയാലും ആർക്കും പ്രശ്നമില്ല. മുമ്പൊക്കെ ക്യൂവിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമല്ലോ, ഇപ്പോൾ ആർക്കും പ്രശ്നമില്ല. കാരണം വൈഫൈയിൽ കളിച്ചിരിക്കുകയാണ് പോലും. ഇവർ വേറെ അതോ ലോകത്താണ്, അറിയുന്ന പോലും ഇല്ല. ക്യൂവിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയാൽ പോലും ഇവർക്ക് പ്രശ്നമില്ല, കാരണം ഇവർക്ക് വൈഫൈ കിട്ടിയാൽ മതി. സോ if you want to be a global entrepreneur, you have to free from distraction. That's the second thing. And third one, personal mastery practice. മൂന്നാമത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പേഴ്സണൽ മാസ്റ്ററി ആണ്. പേഴ്സണൽ മാസ്റ്ററി ഫോക്കസ് ചെയ്യണം. പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ യുവർ മൈൻഡ് സെറ്റ്, 25% is your mindset, 25% is your heart set, 25% is your health set, 25% is your soul set. Mindset means psychology, 25% mindset means psychology, and 25% heart set means emotionality, and 25% health set means your physicality, and 25% soul set means your spirituality. This is your interior empire. If you want to achieve exterior empire,
നിങ്ങൾക്ക് എക്സ്റ്റീരിയർ എംപയർ അച്ചീവ് ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബി എ വേൾഡ് ക്ലാസ് ഓൺട്രപ്രണർ, ഇഫ് യു വാണ്ട് ടു ബി എ വേൾഡ് ക്ലാസ് സെയിൽസ്മാൻ, ഇഫ് യു വാണ്ട് ടു ബി എ സൂപ്പർ സ്റ്റാർ ഇൻ സെയിൽസ്, you have to achieve personal mastery first. How can you inspire others if you are not inspired yourself? How can you expect others to be responsible when you don't take responsibility? How can you achieve business mastery or entrepreneurship mastery or professional mastery or career mastery if you don't have inner mastery? Greenlives Coaching and Training Solution.